അപ്പൊ നമ്മളെ സാധനം വന്നിട്ടുണ്ട് മക്കളെ. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടൊന്നും കഴിഞ്ഞില്ല ഇല്ല അല്ലേ? അപ്പൊ ഇതെന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഡബിൾ ബെഡ് കിടക്കയായത്. അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ? ഏകദേശം എൻ്റെ പകുതിയുള്ള ഹൈറ്റും ഈ ഒരു സൈസുള്ള സാധനം എങ്ങനെയാ ഡബിൾ ബെഡ് കിടക്കാന്നല്ലേ നിങ്ങളെ ഡൗട്ട്? അതായിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇതെല്ലാം തിരിയും. ഏകദേശം 10 കിലോ വെയിറ്റ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എടുത്തേക്കെങ്കിലും കൊണ്ടുപോകാനും, അതായത് മുകളിലത്തെ ഇതിലേക്കെങ്കിലും എടുത്തിട്ട് പോകാനും ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത്രേ വെയിറ്റ് ഉള്ളൂ. അപ്പൊ ഇത്ര ചെറിയ വെയിറ്റില് ഇത്ര ചെറിയ സൈസിൽ അവര് ഡെലിവറി ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അൺബോക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ, അതായത് ഇതിനകത്ത് പെട്ടിനകത്ത് പുറത്തു വരുമ്പോൾ ഇതെങ്ങനെ ഡബിൾ ബെഡ് കിടക്കുകയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴി അറിയാം. അപ്പൊ നമുക്ക് ഈ നേരെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവർക്കും ഇൻസൈഡ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിലിങ്ങനെ ചുരുട്ടി വെച്ച വരിയാണ് ഉള്ളത്. നമുക്ക് ഇതെന്ത് ചെയ്യാം, പുറത്തെടുത്തിട്ട് നോക്കാം എന്തെല്ലാം ഇതിൻ്റെ സംവിധാനങ്ങൾ നോക്കിയുള്ളത്. നല്ലൊരു ഗ്ലാസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് കിടക്കിയുള്ളത്. നമുക്കിനി ഇത് പുറത്തെടുത്ത് നോക്കാം എങ്ങനെയാണ് പരിപാടി. അപ്പോൾ കുത്തന മേലേക്ക് പൊതിക്കുന്നതിനെക്കാട്ടി കുറച്ചൊരു സുഖമോ നമുക്ക് ചെരിച്ച് വെച്ചിട്ടാണെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കല, ഇങ്ങനെ പിടിക്കാതെ ഞാൻ ചെരിച്ച് വെച്ചിട്ട് പുറത്തേക്ക് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഉള്ളിൽ കിടക്കി ഇങ്ങനെ നല്ല അടിപൊളി പാക്കറ്റാക്കിയിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ അത് വേറെ എന്തെങ്കിലും സാധനം ഉണ്ട്, നോക്കട്ടെ. അപ്പൊ ഇതിൽ കട്ട് ചെയ്യാൻ ഒരു ടൂള് തന്നിട്ടുണ്ട്. അപ്പൊ ഈ കിടക്ക നല്ല ഡാമേജ് ഒന്നും പറ്റാത്ത രീതിയിൽ തുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂൾ ഇവരെ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഈ പ്ലാസ്റ്റിക് കോട്ടിങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൊരു മാനുവലാണുള്ളത്. ഒരു മാനുവൽ ബുക്കുമാണ് ഇതിന്റെ പേര് അവർ തന്നിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ ഒരു മാനുവലിൽ പറയുന്നതെന്ന് വെച്ചാല് കൃത്യമായിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇത് ഇവരെ ടൂൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ എയർ എടുത്തിട്ട് പൊന്തി വരുന്ന ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ഇത് ഒട്ടിച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഒട്ടിച്ച സ്ഥലമുണ്ട്, അവിടെ നമുക്ക് പറിച്ചാൽ ഇതേപോലെ ഈ പ്ലാസ്റ്റിക് നമുക്ക് മാറ്റാൻ പറ്റും. അതിന് വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇത്രയും പ്ലാസ്റ്റിക് ഇതിന്റെ പുറമേ ഉള്ളതാണ്. ഇതിന് ശേഷമാണ് ഇതിന്റെ ശരിക്ക് ഇത് വരുന്നത്, കോട്ടിങ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറച്ച് നല്ല തിക്നെസ് ഉള്ള നല്ലൊരു പ്ലാസ്റ്റിക് ആണ്. ഇത് മുറിക്കാനാണ് നമുക്ക് ഒരു ടൂള് തന്നിട്ടുള്ളത്. മറ്റേത് അതിന് ജസ്റ്റ് ഒന്നും കൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ പൊതിഞ്ഞ് നിർത്തിയാണ്. ഏകദേശം നമുക്ക് ആ ഒരു കിടക്കേണ്ട സൈസ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ പ്ലാസ്റ്റിക് കോട്ടിങ് കൂടി അയക്കുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പൊന്തി വരും. അപ്പൊ നമ്മൾ ഈ കിടക്ക തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഈ കിടക്ക ബ്രീത്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റും.
ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കുഞ്ഞനായിട്ട് വന്ന സാധനമാണ് നമുക്ക് ഇത്ര ഒരു ഡബിൾ ബെഡായിട്ട് വന്നത്. അപ്പൊ നമ്മള് പ്ലാസ്റ്റിക് കവറിൽ മാറ്റിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് കടക്ക അതിന്റെ ശരിയായ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 5 ഇഞ്ച് കനം ഹൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ബെഡിന്റെ അതേ സൈസിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കുഷ്യൻ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇതാ ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എടുത്തു കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പുറമേ ഉള്ളത് കാണുന്നത് ഇതിന്റെ കവറാണ്. ഇത് റിമൂവ് ചെയ്താൽ ഇതിന് വാറണ്ടി കിട്ടൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇരിക്കുമ്പോൾ നല്ല കുഷ്യനായിട്ട് തോന്നുന്നുണ്ട്. അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.